പാസ്തയ്ക്ക് ഉപയോഗിക്കുന്ന ആ ടൊമാറ്റോ പേസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമുക്ക് ഒരു 8-10 മീഡിയം വലിപ്പമുള്ള ടൊമാറ്റോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്കിതിനെ തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടാണ്. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും നമുക്ക് ഇടണം. ഒരു പൊടിക്ക് ഒലിവ് ഓയിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് നമുക്കൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് ചൂടുവെള്ളം മാറ്റിയതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് ഈ ടൊമാറ്റോ തണുക്കാനായി വെച്ചേക്കാം. അതിനുശേഷം ഇതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒലിവ് ഓയിൽ, കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗാർലിക് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിന്, വൈറ്റ് സവാള കൊത്തി അരിഞ്ഞ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പൂരി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർക്കാം. മീഡിയം തീയിലാണ് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റായി നമുക്കിത് എന്തായി. 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കുറച്ച് ഇടിച്ച മുളക് ഇടണം. ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ അളവിൽ സ്വീറ്റ് ആൻഡ് ഹോട്ട് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കണം. ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കാം. എടുത്തിട്ട് ഓഫ് ചെയ്യണം. നമുക്കിതെന്തായി എന്ന് നോക്കാം. ടേസ്റ്റിയായ പാസ്ത സോസ് റെഡി ആയിട്ടുണ്ട്.